പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ വിശ്വാസ സമൂഹത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 10-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നമുക്ക് ഒരു പുതുദിനം ലഭ്യമായിരിക്കുന്നു. ഈ ദിനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായത്, നന്മയായത്, അനുഗ്രഹമായത് ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് അപ്പോസ്തോലന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. The first epistle of Peter, chapter 2, verse 15 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം നിശബ്ദമാക്കണം എന്നുള്ളത് ദൈവേഷ്ടം ആകുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം നിത്യേന നാം കേൾക്കുന്ന വാക്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതിലുമുപരിയായി പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു സന്തോഷം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന ഒരു വാക്യം ആകണമെന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ആധുനിക ബാർട്ടർ സിസ്റ്റത്തിലാണ്. നമുക്കറിയാം, ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, പകരത്തിന് പകരം. ഇന്ന് മനുഷ്യനെല്ലാം ആ ഒരു നിലവാരത്തിലേക്ക് അധപ്പതിച്ചിരുന്നു. ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്നത് ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കാലയളവിലാണ്. കാരണം അന്യോന്യം ക്രയവിക്രയത്തിന് പണത്തിൻ്റെ ദാരിദ്ര്യം, അവർ സാധനങ്ങൾ കൈമാറി അവരുടെ കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നിന് കുറവില്ല. സമ്പത്തിന് കുറവില്ല, വിദ്യാഭ്യാസത്തിന് കുറവില്ല, ജോലിക്ക് കുറവില്ല, സൗന്ദര്യത്തിന് കുറവില്ല, കഴിവിന് കുറവില്ല, ഒന്നിന് കുറവില്ല. ഒന്നിന് കുറവില്ലാത്തതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ കുറവും, ഒരു വിധത്തിൽ പറഞ്ഞാൽ ശാപവും. അതുകൊണ്ട് എന്ത് പറ്റി? ബന്ധങ്ങൾക്ക് വിള്ളല് പറ്റി, സ്നേഹം നിലച്ചുപോയി, കരുതൽ ഇല്ലാതെ പോയി. കാരണം മറ്റൊരാളുടെ വേദന, മറ്റൊരാളുടെ വിശപ്പ്, മറ്റൊരാളുടെ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ സുലഭമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ക്ഷീണവും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പ്രയാസമാണെന്നും ഒക്കെ പറഞ്ഞാൽ ഒരു പരിധിയോളം ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല, ചിരി വരും. എന്നാൽ ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം? ഇന്നിന്റെ ബാർട്ടർ സിസ്റ്റത്തിൽ കൂടാണോ പോകേണ്ടത്? ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ വിളിക്കും, ഇങ്ങോട്ട് മിണ്ടിയാൽ ഞാൻ മിണ്ടും, ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഒത്താൽ പോകും. അതും ഒരു പ്രാവശ്യം വന്നു, ഒരു പ്രാവശ്യം പോയി, ഡ്യൂട്ടി തീർത്തു. അവർക്ക് അങ്ങനെ ആകാമെങ്കിൽ എനിക്കും അങ്ങനെ മതി. ഇതാണ് ഇന്നിന്റെ ആറ്റിറ്റ്യൂഡ്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് വരാം. ഇന്നത്തെ വാഗ്ദത്ത വചനം എന്താ പറയുന്നത്? ഒരു ഭോഷത്വം കാണിച്ചു എന്ന് കരുതി ഒരു ദൈവ പൈതൽ, ഒരു ബുദ്ധിയുള്ള ആൾ, ഒരു വിശ്വാസി അത് തന്നെ തുടരരുത്. നമ്മുടെ നന്മയാൽ ഭോഷന്റെ ഭോഷത്വത്തിന് ഉത്തരം കൊടുക്കണം, അവനെ മിണ്ടാതാക്കണം. അല്ലാതെ അവനേക്കാൾ ഭോഷനായി തീരരുത്. ഭക്തിക്ക് ഒരു കുറവുമില്ല. വേദപുസ്തകം മുഴുവനും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്നു.
പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല. നേർച്ച കാഴ്ചകൾക്ക് ഒട്ടും പിന്നോട്ടല്ല. കേരളത്തിലെ ഒട്ടുമിക്കാല ദൈവാലയങ്ങളിൽ കയറിയിറങ്ങും. സകല ആത്മീയ പരിപാടികളിലും പങ്കെടുക്കും. പക്ഷേ ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഭോഷനേക്കാൾ അധമനായി തീർന്നിരിക്കുകയാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു പ്രാർത്ഥിക്കുന്ന, ഒരു വിശ്വസിക്കുന്ന, ദൈവവചനം വായിക്കുന്ന ദൈവ പൈതലാണെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി നന്മ ചെയ്ത് ഭോഷനെ നേടുവാൻ കഴിയണം. നാം നന്മ ചെയ്യുന്നതിൽ മടുപ്പുള്ളവരാവരുത്. 1 പത്രോസ് 2-ാം അധ്യായം ഘട്ടം ഘട്ടമായി ഓരോരുത്തരോടുള്ള ദൂതാണ്. നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാരോട്, വേലക്കാരോട്, യജമാനന്മാരെ കുറിച്ച്, പ്രവാസികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഗൾഫുകാരെന്നല്ല, ഈ ഭൂമിയിലെ പ്രവാസികളായ നമ്മെ ഏവരെയും കുറിച്ച് ഇങ്ങനെ ഓരോരുത്തർക്കും ദൂത് വ്യക്തമായി പത്രോസ് നൽകുമ്പോൾ ദൈവമക്കളോട് പറയുകയാണ്, നാം നന്മ ഒരു കാരണവശാലും നിർത്തിക്കളയരുത്. നമ്മോട് ആര് എന്തു പറഞ്ഞു, എങ്ങനെ ചെയ്തു, എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ഇടപെട്ടു, അതുകൊണ്ട് ഞാനും അത് മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേരെന്താ? നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ വിചാരിക്കും അതാണ് ന്യായം, അത് എന്റെ ന്യായം, മനുഷ്യന്റെ ന്യായം, അത് മതി, അതാണ് ശരി, അതെ എന്റെ ശരി. പക്ഷെ അങ്ങനെയുള്ള ആളിനെ വേദപുസ്തകം എന്താണ് വിളിക്കുന്നത്? ഇന്നത്തെ വാഗ്ദത്ത വചനം വീണ്ടും വായിച്ചു നോക്ക്, എന്നിട്ട് സ്വയം പറയുക, വേദപുസ്തക പ്രകാരം എന്റെ പേര് ഭോഷനാണോ, നന്മ ചെയ്യുന്ന ബുദ്ധിയുള്ള ആളാണോ? നമ്മേക്കാൾ ബുദ്ധിയുള്ളവർ നമ്മുടെ കുടുംബത്തിലും പ്രദേശത്തും ഇല്ല എന്നാണ് നമ്മുടെ ധാരണ. നല്ലത് തന്നെ. പക്ഷേ വേദപുസ്തകം പറയുന്നു, അവർ ചെയ്യുന്നത് പോലെ തന്നെ നാമും തിരിച്ചു ചെയ്യുകയാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കാം, കുറവുകളെ കണ്ടെത്താം, പോരായ്മകളെ നികത്താം. ഓരോ ദിവസവും വചനം കേൾക്കുന്നതനുസരിച്ച്, പ്രാർത്ഥിക്കുന്നതനുസരിച്ച്, ആരാധന കൂടുന്നതനുസരിച്ച് ജീവിതത്തിനും കൂടെ വ്യത്യാസം വരണം. നമ്മൾ പഠിക്കുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്, അറിയുന്നത് ഒക്കെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. നമ്മൾ അടുപ്പിച്ച് ഇടപഴകുന്ന ആളുകളുടെ ഒത്തിരി സ്വാധീനം നമ്മിൽ ഉണ്ടാവും. സംസാരത്തിൽ, ഇടപാടുകളിൽ, ഭാഷകളിൽ, സ്വഭാവങ്ങളിൽ ഒക്കെ വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട്, സ്നാനപ്പെട്ടിട്ട്, വിശ്വാസത്തിൽ വന്നിട്ട് 20 വർഷമായി, 30 വർഷമായി, 10 വർഷമായി, 1 വർഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രവൃത്തിയിലും, സംസാരത്തിലും, ജീവിതത്തിലും, ഇടപാടുകളിലും, ക്രയവിക്രയങ്ങളിലും ഒരു ദിവസത്തെ വ്യത്യാസം പോലും കാണാനില്ല. അതെങ്ങനെയാ ശരിയാവുന്നേ? ഇത് രണ്ടും എങ്ങനെ ഒന്നിച്ചു പോകും? നാം ചിന്തിക്കണം. അതുകൊണ്ട് ഒത്തിരി പ്രസംഗിച്ചത് കൊണ്ടും, ഒത്തിരി പ്രസംഗം കേട്ടത് കൊണ്ടും, പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ നിന്നത് കൊണ്ടും, വേദപുസ്തകം വായിച്ചു തീർത്തത് കൊണ്ടും, ഒറ്റ നിപ്പിൽ 3 മണിക്കൂർ പ്രസംഗിച്ചത് കൊണ്ടും, ദശാംശം കൊടുത്തത് കൊണ്ടും, നമ്മൾ സ്പോൺസർ ചെയ്ത ഒത്തിരി ആത്മീയ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടും ഒന്നുമല്ല. വ്യക്തി ജീവിതത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിത രീതി. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ യഥാർത്ഥ പേര് എന്താണ്?
പ്രിയമുള്ളവരെ, എന്നും ഇങ്ങനെ ജീവജലമൊക്കെ കേട്ട് വേദപുസ്തകമൊക്കെ വായിച്ച് പള്ളിയിലൊക്കെ പോയി അസുഖം വരാതെ കുഞ്ഞുകടകാരി ശരിയായി സാമ്പത്തിക ബുദ്ധിമുട്ട് വരാതെ 100 വയസ്സായാലും മരിക്കാതെ ആരോഗ്യത്തോടും ഒക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുകയല്ലേ നമ്മുടെ ലക്ഷ്യം? അതിനുവേണ്ടിയല്ലേ നമ്മൾ ഈ തട്ടിയും മുട്ടിയും പ്രാർത്ഥിക്കുന്നതും ഈ വേദപുസ്തകം വായിക്കുന്നതും? ഇതൊന്നും യഥാർത്ഥ ക്രിസ്തീയ ജീവിതമേ അല്ല. ഇതൊന്നുമല്ല വേദപുസ്തകം വിവക്ഷിക്കുന്നത്. നാം ഒത്തിരി മാറണം. അനുദിന ജീവിതത്തിൽ വചനം വ്യക്തമായി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും അത് വചനമനുസരിച്ച് സന്തോഷത്തോടെ ജീവിച്ച് നിത്യതയിലെത്തണം. നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ഭൂമിയിലേത് തീരുന്നതേയില്ല. എന്നാൽ വളരെ ഗൗരവമായി ഓർക്കണം, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ നന്മയുണ്ടാവണം, അനുഗ്രഹം ഉണ്ടാകണം. അല്ലാതെ നമ്മുടെ തീരാത്ത ആഗ്രഹങ്ങളുടെ സബലീകരണത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കരുത്. തിന്മ ചെയ്യുന്നവർ ചെയ്യട്ടെന്നേ, പക്ഷേ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് വചനം പറയുന്നു, നന്മ ചെയ്യുന്നവൻ നന്മ ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. പക്ഷേ നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, കരുതിക്കൊണ്ടേയിരിക്കുമ്പോൾ, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ മാറ്റമുണ്ടാകാൻ തുടങ്ങും. അതുകൊണ്ട് ആ ഒരു വലിയ ജീവിതത്തിന്റെ വേണ്ടാത്ത ചിന്തകൾക്ക് മാറ്റം വരുത്തി ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനം ഏറ്റെടുത്ത് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ജീവിച്ച് നന്മ ചെയ്യുവാനും ഭോഷത്വമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നന്മയിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതം ഇടയാകട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സാക്ഷിപ്പാൻ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. തലകളെ വഴക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജൂൺ മാസത്തിന്റെ 10-ാം ദിനം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയല്ലോ. ഞങ്ങളുടെ സമൂഹവും ചുറ്റുപാടും ഞങ്ങൾ പ്രിയപ്പെടുന്നവരുമൊക്കെ ഞങ്ങൾക്കെതിരും തിന്മയും ദോഷവും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനോട് അനുരൂപപ്പെടുവാനല്ല, ഞങ്ങൾ വചനത്തിൽ നിന്ന് പഠിച്ച, അങ്ങയിൽ നിന്നും പഠിച്ച നന്മ തന്നെ ചെയ്യുവാൻ പത്രോസ് അപ്പോസ്തലൻ കൂടെ ഇന്ന് ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിതങ്ങളെ ശോധന ചെയ്ത് പുനഃസമർപ്പണം ചെയ്യുന്ന സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉയരത്തിലെ നന്മകളാൽ നിറച്ചു കൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റുമുള്ളവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വിഷയം ആകരുത്. ഞങ്ങളുടെ ഉപദേശി അങ്ങന, അച്ഛൻ അങ്ങന, പാസ്റ്റർ അങ്ങന, ബഹുമാനത്തോടെ നോക്കുന്ന അനേകരങ്ങന, അതുകൊണ്ട് ഞാനും അങ്ങനെ മതി. അല്ല, ആരൊക്കെ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം നന്മയുടെ മൂർത്തിഭാവമായ കർത്താവിൽ നിന്നും സകല നന്മകളും പ്രാപിച്ച് 2025 ജൂൺ 10 പ്രവേശിച്ചിരിക്കുന്നു. നാമും നന്മ ചെയ്യണം. അങ്ങനെ ഭോഷത്വം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കണ്ണുകൾ തുറക്കണം. നാം നന്മ ചെയ്ത് തുറപ്പിക്കണം. അങ്ങനെ
അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി വചനം ഒരു വലിയ സാക്ഷ്യമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.